അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 15 ശനിയാഴ്ച. കുവൈത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച 4 പേർക്ക് കൂടി അന്ത്യാഞ്ജലി അർപ്പിച്ച് കേരളം. കൊല്ലം വിളച്ചിക്കാല സ്വദേശി ലൂക്കോസ്, കൊല്ലം പുനലൂർ സ്വദേശി സാജൻ ജോർജ്, കണ്ണൂർ കുറുവ സ്വദേശി അനീഷ് കുമാർ, പത്തനംതിട്ട പന്തളം മുടിയൂർക്കോണം സ്വദേശി ആകാശ് ശശിധരൻ എന്നിവരുടെ സംസ്കാര ചടങ്ങുകളാണ് ഇന്ന് നടന്നത്. 4 പേരുടെയും മൃതദേഹങ്ങൾ ഇന്നലെ നാട്ടിൽ എത്തിച്ചെങ്കിലും വിദേശത്തുള്ള ബന്ധുക്കൾ എത്താനുള്ളതിനാൽ ചടങ്ങുകൾ ഇന്നത്തേക്ക് തീരുമാനിക്കുകയായിരുന്നു. രാവിലെയാണ് മോർച്ചറിയിൽ നിന്ന് മൃതദേഹങ്ങൾ വീടുകളിൽ എത്തിച്ചത്. കുവൈത്ത് ദുരന്തത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് ഓർത്തഡോക്സ് പള്ളികളിൽ ഞായറാഴ്ച കുർബാനയ്ക്കിടെ പ്രത്യേക പ്രാർത്ഥന നടത്താൻ തീരുമാനിച്ചു. മരിച്ചവരുടെ ആത്മാവിനെ നിത്യശാന്തിക്കായും വേർപാടിന്റെ വേദനയിൽ കഴിയുന്നവർക്ക് സമാധാനത്തിനായും പ്രാർത്ഥിക്കണമെന്ന് കാത്തോലിക്ക ബാവ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. കുവൈത്ത് ദുരന്തത്തിൽ 2 ഡസനോളം മലയാളികളുടെ ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യത്തിലും ലോക കേരള സഭയുമായി മുന്നോട്ടുപോയ സംസ്ഥാന സർക്കാരിനെതിരെ BJP നേതാവ് V മുരളീധരൻ സമീപകാലത്തെ വലിയ ദുരന്തമാണ് കുവൈറ്റിൽ നടന്നതെന്നും പ്രവാസികളോട് എന്തെങ്കിലും നന്ദിയുണ്ടെങ്കിൽ പിണറായി വിജയൻ ഇത്തരത്തിൽ വ്യവസായികളെ വിളിച്ച് അത്താഴ വിരുന്ന് നടത്തില്ലായിരുന്നുവെന്നും മുരളീധരൻ പറഞ്ഞു. ഈ ദുരന്ത പശ്ചാത്തലത്തിൽ പോലും മുഖ്യമന്ത്രി രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി കേന്ദ്ര സർക്കാരിനെതിരെ പറയുകയാണെന്നും മുരളീധരൻ കുറ്റപ്പെടുത്തി. JDSനെ ഒക്കത്തിരുത്തി ഇരട്ടത്താപ്പ് കാട്ടാൻ CPMനും പിണറായി വിജയനും മാത്രമേ കഴിയൂ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേന്ദ്രത്തിൽ 3ാം മോദി സർക്കാരിലും കേരളത്തിൽ ഇടതു സർക്കാരിലും ഒരുപോലെ കക്ഷിയായി തുടരുന്ന പാർട്ടിയാണ് JDS. HD കുമാരസ്വാമി 3ാം മോദി സർക്കാരിൽ മന്ത്രിയാണെങ്കിൽ അതേ പാർട്ടിയുടെ കേരള പ്രതിനിധി K കൃഷ്ണൻകുട്ടി പിണറായി സർക്കാരിൽ മന്ത്രിയാണ്. NDA സഖ്യകക്ഷിയായ JDS ഏത് സാഹചര്യത്തിലാണ് LDFിലും മന്ത്രിസഭയിലും തുടരുന്നതെന്ന് വ്യക്തമാക്കാൻ മുഖ്യമന്ത്രിയും CPM സംസ്ഥാന ദേശീയ നേതൃത്വങ്ങളും തയ്യാറാകണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. CPMന്റെ മുസ്ലിം വിരുദ്ധ പ്രചാരണങ്ങൾ BJPക്ക് സഹായകമാകുന്നുവെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഇടതില്ലെങ്കിൽ മുസ്ലിങ്ങൾ 2ാം തരം പൗരന്മാരാകും എന്നത് തമാശയാണ്. സമസ്തയെ രാഷ്ട്രീയ കവലയിലേക്ക് വലിച്ചിഴയ്ക്കാൻ CPM ശ്രമിച്ചു. ഇതിന് വലിയ പ്രഹരമാണ് CPMന് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കിട്ടിയത്. മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള ഹൃദയബന്ധത്തെക്കുറിച്ച് CPMന് ഇനിയും ഏറെ പഠിക്കാനുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലോക്കോ റണ്ണിംഗ് ജീവനക്കാർ ഉന്നയിച്ച ആവശ്യങ്ങൾ പരിഹരിച്ച് സമരം ഒത്തുതീർക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് മന്ത്രി V ശിവൻകുട്ടി കത്തയച്ചു. റെയിൽവേ ആക്ടും നിയമങ്ങളും അനുസരിച്ച് പ്രതിവാര വിശ്രമത്തോടൊപ്പം പ്രതിദിന വിശ്രമം നിഷേധിക്കുന്നത് നിയമവിരുദ്ധമാണ് എന്ന സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെയും കർണാടക ഹൈക്കോടതിയുടെയും വിധികൾ നടപ്പാക്കില്ല എന്ന നിലപാടിനെതിരെ ജൂൺ 1 മുതൽ ലോക്കോ റണ്ണിംഗ് ജീവനക്കാർ സമരത്തിലാണ്. കേരളത്തിലെ കോൺഗ്രസിന്റെ പിതാവാണ് കരുണാകരനെന്നും ശാരദ ടീച്ചറിന് മുന്നേ തനിക്ക് കിട്ടിയ അമ്മയാണ് കല്യാണിക്കുട്ടിയമ്മയെന്നും സുരേഷ് ഗോപി K കരുണാകരന്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാരതത്തിന്റെ മാതാവാണ് ഇന്ദിരാഗാന്ധിയെന്നും ഇന്ദിരാഗാന്ധി എന്ന ദീപസ്തംഭത്തിലുള്ള കരുണാകരന്റെ സ്വാധീനം കേരളത്തിന് നന്മയായി ഭവിച്ചിട്ടുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ധീരനായ ഭരണകർത്താവ് എന്ന നിലയിൽ കരുണാകരനോട് ആരാധനയുണ്ട്. കേന്ദ്ര സഹമന്ത്രി എന്ന പദവിയിൽ ഇരുന്നുകൊണ്ട് ഗുരുത്വം നിർവഹിക്കാനാണ് മുരളി മന്ദിരത്തിൽ എത്തിയതെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷം തൃശൂർ ലൂർദ് മാതാവിന്റെ പള്ളിയിലെത്തി മാതാവിന് സ്വർണ്ണക്കൊന്ത സമർപ്പിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. തെരഞ്ഞെടുപ്പ് വിജയത്തിലെ നന്ദി അറിയിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ ലൂർദ് പള്ളിയിലെ സന്ദർശനം. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. തൃശൂർ പാലക്കാട് ജില്ലകളിൽ നേരിയ ഭൂചലനം. ഇന്ന് രാവിലെ 8:15 റിക്ടർ സ്കെയിലിൽ 3 തീവ്രത രേഖപ്പെടുത്തിയ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടത്. തൃശൂർ ജില്ലയിൽ കുന്നംകുളം, എരുമപ്പെട്ടി, പഴഞ്ഞി മേഖലയിലും പാലക്കാട് ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലുമാണ് ഭൂചലനമുണ്ടായത്. ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം എവിടെയാണെന്നും മറ്റ് കൂടുതൽ വിവരങ്ങളും ലഭ്യമായിട്ടില്ല.
ആലപ്പുഴയിൽ പരിപാടി തുടങ്ങാൻ വൈകിയതിന്റെ പേരിൽ മുതിർന്ന CPM നേതാവ് ജി സുധാകരൻ വേദിയിൽ നിന്ന് ക്ഷോഭിച്ച് ഇറങ്ങിപ്പോയി. 10 മണിക്ക് തുടങ്ങേണ്ട പരിപാടി 11 മണിയായിട്ടും തുടങ്ങാത്തതിൽ ക്ഷോഭിച്ചുകൊണ്ടാണ് ജി സുധാകരൻ പരിപാടിയിൽ പങ്കെടുക്കാതെ ഇറങ്ങിപ്പോയത്. ഇന്ന് രാവിലെ ആലപ്പുഴയിൽ നടക്കാനിരുന്ന CBC വാര്യർ സ്മൃതി പരിപാടിയിലാണ് സംഭവം. ഉദ്ഘാടകനായ മന്ത്രി സജി ചെറിയാൻ എത്താൻ വൈകിയതോടെയാണ് പരിപാടി നീണ്ടുപോയത്. സ്വന്തം പാളയത്തിലുണ്ടായ അന്തഛിദ്രത്തിന് CPM കോൺഗ്രസിനെ പഴിച്ചിട്ട് കാര്യമില്ലെന്ന് കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പ്. പോരാളി ഷാജിമാർ പരസ്പരം പോരടിക്കുന്ന കണ്ണൂരിലെ ജയരാജന്മാരുടെ വ്യാജ സന്തതികളാണെന്നും അദ്ദേഹം പറഞ്ഞു. വ്യാജ പോരാളി ഷാജിമാരെ സൈബർ പോലീസ് കണ്ടെത്തിയാൽ CPM നേതാക്കൾക്കെതിരെ സൈബർ നിയമപ്രകാരം കേസെടുക്കേണ്ടി വരുമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. സർക്കാരിനെതിരെ വിമർശനവുമായി CPI നേതാവ് C ദിവാകരൻ. വയോജനക്ഷേമവുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സീനിയർ സിറ്റിസൺസ് സർവീസ് കൌൺസിലിന്റെ ധർണയിലാണ് വിമർശനം. സർക്കാരിൽ നിന്ന് വയോജനങ്ങൾക്കായി ഒന്നും പ്രതീക്ഷിക്കുന്നില്ലെന്നും ജനങ്ങളുടെ ആവശ്യങ്ങളിൽ കൂടിയാലോചിക്കാതെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും സർക്കാരിന്റെ പീഡനങ്ങളുടെ നിലവിളിയാണ് നിരത്തുകളിൽ വയോജനങ്ങൾ അനുഭവിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വയോജന കേന്ദ്രങ്ങൾ ഇന്ന് ബിസിനസ് കേന്ദ്രങ്ങളാവുകയാണെന്നും മുഖ്യമന്ത്രിക്കും പ്രായമാകുന്നുവെന്നും അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നർത്തകൻ RLV രാമകൃഷ്ണനെ ജാതീയമായി അധിക്ഷേപിച്ച കേസിൽ കലാമണ്ഡലം സത്യഭാമ നെടുമങ്ങാട് കോടതിയിൽ കീഴടങ്ങി. നേരത്തെ ഹൈക്കോടതി സത്യഭാമയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് സത്യഭാമ കീഴടങ്ങിയത്. അഡ്വക്കേറ്റ് ആളൂരിനൊപ്പമാണ് സത്യഭാമ കോടതിയിലെത്തിയത്. ജൂൺ 15-ന് സ്മാർട്ട് റോഡുകളുടെ പണിതീരുമെന്ന പൊതുമരാമത്ത് മന്ത്രി റിയാസിന്റെ ഉറപ്പ് വൃഥാവിലായി എന്ന് റിപ്പോർട്ടുകൾ. തിരുവനന്തപുരം നഗരത്തിലെ സ്മാർട്ട് റോഡ് നിർമ്മാണവും നഗരത്തിലെ മിക്ക റോഡുകളുടെ നിർമ്മാണവും ബാക്കിയാണ്. പൂർണ്ണതോതിൽ ഗതാഗതം തുടങ്ങാൻ ഇനിയും സമയമെടുക്കുമെന്നാണ് വിലയിരുത്തൽ. കാറിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കി പൊതുനിരത്തിലിറങ്ങിയ സഞ്ജു ടെക്കിയുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കി മോട്ടോർ വാഹന വകുപ്പ്. ആജീവനാന്ത വിലക്കാണ് ലൈസൻസിന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTO ആണ് യൂട്യൂബർ സഞ്ജു ടെക്കിക്കെതിരെ കർശന നടപടി സ്വീകരിച്ചത്. പക്ഷിപ്പനി നേരിടുന്നതിന് കേരളത്തിന് മാത്രമായി പ്രത്യേക നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തുന്നതിനും പക്ഷിപ്പനി നിയന്ത്രണത്തിനും പ്രതിരോധത്തിനുമായി പ്രത്യേക കർമ്മ പദ്ധതി രൂപീകരിക്കുന്നതിനും തീരുമാനമായി. പക്ഷിപ്പനി പടരുന്ന സാഹചര്യത്തിൽ മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പ് കമ്മീഷണറുമായി ഓൺലൈനായി യോഗം ചേർന്നു. മഞ്ഞുമൽ ബോയ്സ് ചിത്രത്തിനെതിരായ ED അന്വേഷണത്തിൽ നടനും സഹനിർമ്മാതാവുമായ സൗബിൻ ഷാഹിറിനെ EDയുടെ കൊച്ചി ഓഫീസിൽ വെച്ച് ചോദ്യം ചെയ്തു. സിനിമയുടെ ഒരു നിർമ്മാതാവ് ഷോൺ ആന്റണിയെ നേരത്തെ ED ചോദ്യം ചെയ്തിരുന്നു. കള്ളപ്പണ ഇടപാടുകളിലാണ് നിർമ്മാതാക്കൾക്ക് എതിരെ അന്വേഷണം നടക്കുന്നത്. കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്രത്തിളക്കവുമായി KSFEയുടെ ഗാലക്സി ചിട്ടികൾ വരവായി. 100% സുരക്ഷിതത്വവും മെഗാ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഭാഗ്യം കടാക്ഷിക്കുന്നവർക്ക് ബെൻസ് കാറും ലഭിക്കുന്നു. ഒപ്പം 17 ഇന്നോവ കാറുകളും 170 ഐഫോണുകളും. ഗാലക്സി ചിട്ടി ഇനി ആഘോഷ ചിട്ടി. CPM ഓഫീസ് മിശ്ര വിവാഹങ്ങൾക്കായി എപ്പോഴും തുറന്നിടുമെന്ന് പാർട്ടി തിരുനെൽവേലി ജില്ലാ സെക്രട്ടറി ശ്രീറാം. മിശ്ര വിവാഹങ്ങൾ പാർട്ടി നടത്തിക്കൊടുക്കുമെന്നും ശ്രീറാം വ്യക്തമാക്കി. മിശ്ര വിവാഹത്തിന് നേതൃത്വം നൽകിയെന്നാരോപിച്ച് തിരുനെൽവേലിയിലെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസ് തല്ലി തകർക്കപ്പെട്ടതിന് പിന്നാലെയാണ് ജില്ലാ സെക്രട്ടറി നിലപാട് വ്യക്തമാക്കിയത്. ഓഫീസ് ആക്രമിച്ച സംഭവത്തിൽ 13 പേരെ അറസ്റ്റ് ചെയ്തു. മന്ത്രിമാർക്കും MLAമാർക്കും താമസിക്കാനുള്ള കെട്ടിടങ്ങൾ പണിയാനായി മധ്യപ്രദേശിൽ 29,000 മരങ്ങൾ കൂട്ടത്തോടെ വെട്ടിമാറ്റാൻ സംസ്ഥാന സർക്കാർ ഉത്തരവ്. നടപടിക്കെതിരെ സ്ത്രീകളുടെ നേതൃത്വത്തിൽ പ്രദേശവാസികളും പരിസ്ഥിതി പ്രവർത്തകരും പ്രതിഷേധം ഉയർത്തിയതോടെ മരം മുറിക്കാനുള്ള നീക്കം വൻ വിവാദമായി. 50 മുതൽ 70 വർഷം വരെ പഴക്കമുള്ള മരങ്ങളാണ് കെട്ടിടങ്ങൾ നിർമ്മിക്കാനായി സർക്കാർ മുറിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. BJPക്കെതിരായ വിവാദ പ്രസ്താവന തിരുത്തി RSS നേതാവ് ഇന്ദ്രേഷ് കുമാർ. രാമന്റെ മഹത്വം പുനഃസ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടവർ അധികാരത്തിലെത്തിയെന്നാണ് തിരുത്തിയത്. അഹങ്കാരികളെ ശ്രീരാമൻ 241 സീറ്റിൽ ഒതുക്കിയെന്ന് BJPയെ ഉന്നമിട്ട് ഇന്ദ്രേഷ് കുമാർ നടത്തിയ പ്രസ്താവന വലിയ വിവാദമായിരുന്നു. ശ്രീരാമനെ എതിർത്തവർ പരാജയപ്പെട്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹജ്ജിന്റെ പ്രധാന കർമ്മമായ അറഫ സംഗമം ഇന്ന്. 20 ലക്ഷത്തിലേറെ ഹജ്ജ് തീർത്ഥാടകർ അറഫയിൽ സംഗമിക്കും. ഉച്ചയ്ക്ക് അറഫ പ്രഭാഷണത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും. ഹജ്ജിനെത്തിയ ലക്ഷക്കണക്കിന് ഹാജിമാർ ഇന്ന് അറഫയിൽ സംഗമിക്കും. സ്ഥലത്ത് വൻ സുരക്ഷാ സന്നാഹമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. 2020 ക്രിക്കറ്റ് ലോകകപ്പിലെ ഏറ്റവും വാശിയേറിയ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ വിറപ്പിച്ച് നേപ്പാൾ. അവസാന പന്തിൽ 1 റൺസിന്റെ തോൽവി സമ്മതിച്ചതോടെ ചങ്ക് തകർന്ന നേപ്പാളിന്റെ ആരാധകർ പൊട്ടിക്കരയുന്നതിനാണ് ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിച്ചത്.
കളിച്ച 3 മത്സരങ്ങളും ജയിച്ചെത്തിയ ദക്ഷിണാഫ്രിക്കയെ നിശ്ചിത 20 ഓവറിൽ 115-7 എന്ന സ്കോറിൽ നേപ്പാൾ തളച്ചിട്ടു. എന്നാൽ മറുപടി ബാറ്റിംഗിനിറങ്ങിയ നേപ്പാൾ ഒടുവിൽ ജയത്തിന് 2 റൺസ് അകലെ പൊരുതി വീഴുകയായിരുന്നു. T20 ക്രിക്കറ്റ് ലോകകപ്പിലെ മറ്റൊരു മത്സരത്തിൽ ഉഗാണ്ടയെ 9 വിക്കറ്റിനെ തകർത്ത് ന്യൂസിലാൻഡ്. ആദ്യം ബാറ്റ് ചെയ്ത ഉഗാണ്ട 40 റൺസ് എടുക്കുന്നതിനിടയിൽ എല്ലാവരും പുറത്തായി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ന്യൂസിലാൻഡ് 5.2 ഓവറിൽ 1 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ലക്ഷ്യത്തിലെത്തി. യൂറോ കപ്പിൽ ഇന്ന് 3 കളികൾ. ഇന്ന് വൈകിട്ട് 6:30 ഹംഗറി സ്വിറ്റ്സർലൻഡിനെ നേരിടും. രാത്രി 9:30 സ്പെയിൻ ക്രൊയേഷ്യ മത്സരം. രാത്രി 12:30 ഇറ്റലി അൽബേനിയക്കെതിരെ കളിക്കാനിറങ്ങും. ഇതോടുകൂടി ഡെയിലി ന്യൂസിൽ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.